ലോട്ടറി ടിക്കറ്റ് വിലവർധന പിൻവലിക്കുക, 500 രൂപയുടെ സമ്മാനത്തുക വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, 100 രൂപയുടെ സമ്മാനങ്ങളുടെ കമ്മീഷൻ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ധർണ തൃശൂർ ജില്ലാ പ്രസിഡന്റ് PN സതീഷ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ജെയ്സൺ, ജിയോ കൊടിയൻ, ജയ സുനിൽ, പ്രതാപൻ MR, നസീർ PK, കൃഷ്ണൻ PR തുടങ്ങിയവർ സംസാരിച്ചു. സാഹചര്യങ്ങളാണുള്ളത്. അതിൽ ഈ 50 രൂപയുടെ ടിക്കറ്റുകൾ ഇങ്ങനെ കുന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ലോട്ടറി ഓഫീസർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. ഈ എടുക്കാൻ പോണ ഏജന്റുമാരോ അല്ലെങ്കിൽ വിൽപ്പനക്കാരോ എത്ര ബുദ്ധിമുട്ടിയാണ് ടിക്കറ്റ് എടുക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ല, ഒന്നും ചിന്തിക്കുന്നുമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരു ദിവസം ലോട്ടറി നറുക്കെടുക്കുമ്പോൾ 14% GST, അതായത് 40 രൂപയുടെ ടിക്കറ്റിന് 4 രൂപ 20 പൈസ വെച്ചിട്ട് GST. അത് നേരം വെളുത്താൽ മതി. 4 രൂപ 20 രൂപ വെച്ചിട്ട് സംസ്ഥാന സർക്കാരിനും കിട്ടും, 4 രൂപ 20 പൈസ വെച്ചിട്ട് കേന്ദ്ര സർക്കാരിനും കിട്ടും. പക്ഷേ ഈ 10 രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ നാട്ടില് ഒരു ദിവസം 50 രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്നുണ്ട്. പക്ഷേ അന്നത്തെ ഈ ടിക്കറ്റ് എല്ലാവരുടെ കയ്യിലും ബാക്കിയാണ്. സർക്കാരിന് തന്നെ അറിയാം അതിന്റെ കണക്ക്. കാരണം 40 രൂപ ടിക്കറ്റ് ഇവർക്ക് വിൽക്കാൻ എളുപ്പമാണ്. പക്ഷേ 50 രൂപയുടെ ടിക്കറ്റ് ഒരു കാരണവശാലും വിറ്റ് പോകുന്നില്ല. അന്ന് അവരുടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ബാക്കിയില്ല ഈ 50 രൂപ ടിക്കറ്റ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ 40 രൂപ ടിക്കറ്റ് എല്ലാ ദിവസവും 50 രൂപയാക്കിയാൽ ഇവർക്ക് എന്താ സംഭവിക്കുക?